ഗൈസ്, അങ്ങനെ ഇന്നൊരു ഒരു പ്ലാനും ഇല്ലാത്തൊരു ദിവസം വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉണ്ണിമാമ പറഞ്ഞത് നമുക്ക് പായസം ഉണ്ടാക്കിയാലോ എന്ന്. അതിന് പുറകിൽ ഒരു വലിയ കഥയുണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ണിമാമ വെറൈറ്റി ആയിട്ടുള്ള പായസമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. മത്തങ്ങ പായസം, ചേമ്പ് പായസം, പിന്നെന്താ വെറൈറ്റിയാണ്, അല്ല ചേമ്പല്ല, ചേന പായസം. അപ്പൊ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ ചേനപ്പായസം ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം അന്ന് എന്തൊക്കെയോ ടെൻഷനുകൾ കാരണം ഞാൻ വ്ളോഗിങ്ങിലേക്ക് അങ്ങോട്ട് റെഡി ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു കുറവ് ഞാൻ ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാണ്. പക്ഷേ നമുക്ക് ചേനപ്പായസം അല്ല നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്, നമ്മൾ പഴപ്രഥമൻ അല്ലേ, അത് നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു പായസം. അപ്പോൾ പഴപ്രഥമൻ നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പഴവും പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അതിനിവിടെ അടുത്തൊരു കേരള സ്റ്റോർ ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. തൃശ്ശൂർക്കാരൻ പ്രഭാകരൻ ചേട്ടൻ്റെ കേരള സ്റ്റോറാണ്. ഇങ്ങനെ ഒരുപാട് കേരള സ്റ്റോറുകൾ വഡോദരയിലുണ്ട്. അപ്പോൾ ഇവിടെ എത്രത്തോളം മലയാളികളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. പണ്ട് കാലത്ത് ജോലിക്കൊക്കെ ആയിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ സെറ്റിൽഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബറോഡ അഥവാ വഡോദര ഒരു കൊച്ചു കേരളം തന്നെയാണ്. കടയിലേക്ക് കയറുമ്പോൾ തന്നെ മുന്നിലായിട്ട് കൂർക്കയും പൂളക്കിഴങ്ങും ചേനയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പഴം വെച്ചിരുന്ന സെഷനിലേക്ക് അങ്ങോട്ട് പോവാം. ചെറുപഴവും നേന്ത്രപ്പഴവും കദളിപ്പഴവും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം ഒരു 1.1 കിലോ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ പോവാം. അങ്ങനെ പായസ പരിപാടികൾ ഇവിടെ തുടങ്ങുന്നു. ഫസ്റ്റ് പണി അതിൻ്റെ ആവശ്യമുള്ള മസാലക്കൂട്ടാണ്. അതെ, കാടമൺ ഇതൊക്കെ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ ഞാൻ എന്തെങ്കിലും സഹായിക്കണം, അതായിരിക്കും നല്ലത്. ഇതിൻ്റെ തൊലി കളഞ്ഞാൽ കുഴപ്പമില്ല, അത് ഞാൻ ചെയ്യാം. നാട്ടിൽ പായസം വയ്ക്കുമ്പോഴും ഈ പണി ഞാൻ തന്നെയാണ് ചെയ്യാറ്. അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയും പീസാക്കി വെച്ചിട്ടുണ്ട്. അവസാനം നമുക്കിടാം, പൊട്ടിയാൻ വേണ്ടിയിട്ടല്ലേ. പഞ്ചസാര പൊടിക്കാൻ ചെറിയൊരു ടിപ്സാണ് പൊടിക്കാൻ. അങ്ങനെ ഏലക്കയും പഞ്ചാരയും പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പഴം തൊലി ഉരിഞ്ഞ് വെക്കണം. അതിനോടൊപ്പം തന്നെ ഇതാ തേങ്ങാപ്പാൽ. മഹിമ ശർക്കരയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മഹിമ മറയൂർ ശർക്കര. മറയൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? മറയൂരിലെ ചന്ദനം അല്ലേ. ചന്ദനം കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഏറ്റവും ഫേമസ് ശർക്കരയാണ്. അത് പുതിയ അറിവാണ് എനിക്ക്. അപ്പം അതിനിടയിൽ മാമൻ പഴമൊക്കെ തൊലി ഉരിഞ്ഞിട്ട് പീസാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കുക്കറിലേക്ക് മാറ്റാം. ഉണ്ണിമാമൻ നാട്ടിൽ വന്ന സമയത്ത് ഉണ്ടാക്കിയ ആ ചേനപ്പായസം അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്ളോഗ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്. എന്നാലും തൽക്കാലം ഈ പഴപ്രഥമൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു നഷ്ടം കുറച്ചൊക്കെ നികത്താം. ചോദിക്കട്ടെ, ഈ പായസം അതുപോലെ വേറെ കുറെ ഐറ്റംസ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം എങ്ങനെ വന്ന്? ഈ പായസം ആക്ച്വലി ഇങ്ങനെ ഈ വനിതയും മറ്റേ ചില മാഗസിനുകളിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വീട്ടിലേക്ക് വേണ്ടി മേടിക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം കണ്ട് ചേനപ്പായസം എന്ന് പറയുമ്പോൾ ജനറലി മനസ്സിൽ വന്ന് ചേനയുടെ രുചിയെ സംതിങ്, പക്ഷെ എങ്ങനെയത് പായസമായി ആവുക, അങ്ങനെയാണൊരു ഇത് വന്നത്. ഇത് എങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാന്നുള്ളത്. അങ്ങനെയാണ് ചേനപ്പായസം ആദ്യം ഉണ്ടാക്കിയത്. അത് മേ ബി 2 കൊല്ലം മുന്നേ. പിന്നെ പറയാഴ്ച ചെറുപ്പത്തിൽ പറയാഴ്ച, പക്ഷേ ഇതോട് അനുബന്ധിച്ചുള്ള ആൻസർ അല്ല അത്. അമ്മമ്മയ്ക്ക് അവിടെ ഞാൻ മേ ബി 8ൽ പഠിക്കുമ്പോഴോ അറിയില്ല, അവർക്ക് എപ്പോഴും ദോശ കഴിക്കുമ്പോൾ എന്നോട് പറയും ഉണ്ണി ഉണ്ടാക്കിയുള്ള ദോശ മുരിഞ്ഞ ദോശ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതൊരു പഴയകാല ഇത് ഓർമ്മ അമ്മമ്മയുടെ. മുറിച്ചു വെച്ച പഴം മൊത്തം നമ്മൾ കുക്കറിലേക്ക് മാറ്റി. 2 വിസിൽ എന്തായാലും വേണം. 2 വിസിൽ. 3 വരെ നോക്കാം നമുക്ക്. ശരി. അതിനിടയിൽ നമ്മുടെ മഹിമ ശർക്കര ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് 1/2 കിലോ, അത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുകാൻ വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ കുക്കർ വിസിലടിക്കുന്നത് നോക്കാം നമുക്ക്. സ്പൂൺ ഇവിടെ 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 ചെറുതായിട്ട് വെട്ടം ഒന്നുകൂടി ആവണം.
അങ്ങനെ ശർക്കരയുടെ പാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പഴവും 3 വിസിലൊക്കെ വന്നിട്ട് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം, അതിനുശേഷം പരിപാടികൾ വീണ്ടും തുടങ്ങാം. അങ്ങനെ ആ പാചക പരിപാടികളൊക്കെ അവിടെ അടുക്കളയിൽ നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നടന്നു. നമ്മുടെ യൂട്യൂബ് കുടുംബം അർജു വ്ളോഗ്സ് ഫാമിലി കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. 24,000 ആയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ സപ്പോർട്ട്, വ്യൂസ്, ലൈക്സ്, കമൻസ്, നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ മീ. സോ നമ്മളിപ്പോൾ 24K ആയി. ഇനി ഒരു 1000 ആളുകളും കൂടി കഴിഞ്ഞാൽ 25K, അതായത് ആ സിൽവർ പ്ലേ ബട്ടൻ്റെ 4/1 നമ്മൾ അച്ചീവ് ചെയ്യുകയാണ്. അതും അടുത്ത് തന്നെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് മറ്റ് തണുക്കാൻ വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് വേഗം നമുക്ക് പായസം ഉണ്ടാക്കാൻ പോവാം. എന്താ പരിപാടി? ഈ ബ്ലാക്ക് കളർ കത്തില്ല ഇങ്ങനെ കളയണമെന്ന് പറയണ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ എല്ലാത്തിൻ്റെയും ആ ബ്ലാക്ക് കളർ കുരുവൊക്കെ കളയാൻ പോവാണ്. നാരുണ്ടോ പറയും. ഓക്കെ ഓക്കെ. അപ്പോൾ ആ നാരൊക്കെ കളഞ്ഞ സ്ഥിതിക്ക് ഇനി പഴം മൊത്തം മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ഓണത്തിന് പഴപ്രഥമനായിരുന്നോ? പിന്നെ പാലട. ഓണത്തിന് സാധാരണ മറ്റേ സേമിയ. സേമിയായിരുന്നു. ഇവിടെ എല്ലാവർക്കും സേമിയ ഇഷ്ടം കൂടുതൽ. അങ്ങനെയൊന്നുമില്ല. കടയിൽ നിന്നും വാങ്ങിയതല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നെയ്യാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 4-5 സ്പൂണ് അതിലേക്ക് ഇട്ടു, ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നല്ലൊരു മണം കിട്ടും, പായസത്തിൻ്റെ രുചി 2 ഇരട്ടിയാവും. പാത്രത്തിൽ നെയ്യ് ഉരുകിണു, അതുകൊണ്ട് തന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു പഴത്തിൻ്റെ ചാറ് പാത്രത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഉരുകിയ ശർക്കരയും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നു. ശർക്കരയും കൂടി ചേർന്നതോടുകൂടി ആ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ വെള്ളം ചേർത്തിട്ട് ഒഴിക്കാം. വെള്ളമാക്കിട്ട് ചുക്കുപൊടി ജിഞ്ചറിൻ്റെ മുകളിൽ കുറച്ച് മതിയല്ലേ? ഇല്ലെങ്കിൽ ആ ടേസ്റ്റിനെ ബാധിക്കും, ഒരുപാടില്ല. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഏലക്കയും പഞ്ചസാരയും ചേർന്നിട്ടുള്ളൊരു പൊടിയില്ലേ, അതും കൂടിയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കാം. അത് തന്നെ സെറ്റാവും. ആ പാല് അതിൽ തന്നെ സെറ്റായിരിക്കും. ആ പാല് ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ ഞാൻ മറ്റേ തത്തളുണ്ട്. ആ ഇത് മതി. ഓക്കെ. പത്തുള്ള നിങ്ങൾ പിന്നെ കുറേ ആളുകൾ. രണ്ടാം പാൽ. രണ്ടാം പാലല്ല, ഇത് തെമ്പാൽ. ഒന്നാമത്തെ ഒന്നാമത്തെ പാൽ. അപ്പൊ ആദ്യം വെച്ചാൽ രണ്ടാം പാല്. ആ ഇതിലിപ്പോൾ തേങ്ങ പിഴിയണമെന്നില്ലല്ലോ, ഒരേ പാലല്ല. അതെ. പക്ഷെ അതിൽ കുറച്ച് വെള്ളം ചേർത്തു. അതെ. ഇത് തിളപ്പ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒഴിക്കുന്നത് കേട്ടോ. അത് വെച്ച് തന്നെ തിളയ്ക്കാൻ പാടില്ല തന്നെ. പിന്നെ ഞങ്ങൾ നൈസ്. കഴിച്ച് നോക്കുമ്പോൾ അറിയാം നൈസ് എത്രയാണ്. എന്താ അങ്ങനെ ഒരു ടോക്ക്? നെയ്യിൽ പാകം ചെയ്ത ആ തേങ്ങാക്കൊത്ത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ടു. ഇനി അതേ നെയ്യിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. സമാപ്തം. ചൂടോടെ കുടിക്കുന്നുണ്ടോ? ഇല്ല, കുറച്ച് നേരം വെക്കണം. അപ്പോഴാണ് ഇത് ഒരു സെറ്റ് ആവുന്നത്. ഓക്കെ. അതിന് ശേഷം മതി. അപ്പോൾ പെട്ടെന്ന് കുടിക്കണം. പെട്ടെന്ന് കുടിക്കണ്ട. ഇനി
രണ്ട് വ്യത്യാസം അറിയണമെങ്കിൽ കുടിച്ചോ. വേണ്ട വേണ്ട, വേവോളം കാക്കാമെങ്കിൽ ആറോളം കാക്കാം. പഴം ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറയൂർ ശർക്കരയുടെ ഗുണം അറിയുന്നുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് പിന്നെയും കുടിക്കാം. എന്തെങ്കിലും റേറ്റിംഗ് ഉണ്ടോ? 10-ൽ ഒരു 8.5 മാർക്ക് തരാം. ഓ, പോരെ? നീ 8.5 പോരെ? നീ പിശുക്കനാണ്. ഞാൻ പിശുക്കനാണോ? 8.5 മാർക്ക് 8.5 മാർക്ക് പോരെ? ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചേർന്ന ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയറിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം.